Good morning all. ഇന്നത്തെ വീഡിയോ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസലിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് രണ്ട് എൻഡ് പ്രോഡക്ട്സ് എന്ന് കണ്ടു. അതിൽ തന്നെ സ്പെസിഫിക്കലി എന്താണ് സ്ലഡ്ജ് എന്നുള്ളതും കണ്ടു അല്ലേ. ആ സ്ലഡ്ജ് എന്തൊക്കെ മെത്തേഡ്സ് വെച്ചിട്ട് ഫെർദർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാന്നുള്ളതും നമുക്ക് കാണാൻ പറ്റി. Like different methods can be used like concentration, digestion, conditioning, dewatering, heat drying and incineration. അതിൽ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോൺസെൻട്രേഷൻ തിക്കനിങ് എന്താണെന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതിൽ ഗ്രാവിറ്റി തിക്കനിങ്, സെൻട്രിഫ്യൂഗേഷൻ, ഫ്ലോട്ടേഷൻ തിക്കനിങ് ഇത് മൂന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഇനി ഈ വീഡിയോനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡൈജഷൻ പ്രോസസ്സിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എയറോബിക് ആൻഡ് അനേറോബിക് ഡൈജഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ്. അതിൽ തന്നെ മെയിൻലി നമ്മുടെ സിലബസ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഇവിടെ നമുക്ക് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ് നമ്മൾ സിലബസ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തിക്കനിങ് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സ്ലഡ്ജ് ഡൈജഷൻ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതാണ് അനേറോബിക് ഡൈജഷൻ. അതുകൊണ്ട് അതായിരിക്കും കൂടുതലായിട്ട് പറയാം. പിന്നെയുള്ള മെത്തേഡ്സ് ഒന്നും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ആ മെത്തേഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് കാണും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ ഡൈജഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. രണ്ടാമത്തെ പാർട്ടിൽ എന്ത് ചെയ്യും, അതർ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കിപ്പോ. അതായത് എന്താണ് കണ്ടീഷനിങ്, എന്താണ് ഡീവാട്ടറിങ്, എന്താണ് ഹീറ്റ് ഡ്രൈയിങ്, എന്താണ് ഇൻസിനറേഷൻ. സോ നമുക്ക് ആദ്യത്തെ മെത്തേഡിലേക്ക് പോവാം. എന്താണ് ഡൈജഷൻ എന്നുള്ള രീതിയിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ അതിൽ നോക്കേണ്ടത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡൈജഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണാം. സോ വാട്ട് ഡു യു മീൻ ബൈ ഡൈജഷൻ? എന്താണ് ഡൈജഷൻ അല്ലെങ്കിൽ എന്താണ് സ്റ്റെബിലൈസേഷൻ? രണ്ടായാലും പറഞ്ഞു കേട്ടോ. സോ it is the process of stabilization of sludge withdrawn from the sedimentation basin. Primary sedimentation basin, secondary sedimentation basin. ഇതിൽ നിന്നൊക്കെ വരുന്ന സ്ലഡ്ജിനെ ഡൈജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദിസ് പ്രോസസ്? Decomposition of organic matter happens. Okay, decomposition of organic matters happen and as well as inorganic matter. Okay, both organic and inorganic material will decompose either in the presence of oxygen or in the absence of oxygen. കാരണം നമ്മളിവിടെ അനേറോബിക് ഡൈജഷനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. സോ ബേസിക്കലി വി കൻ സേ decomposition of organic and inorganic material in the absence of oxygen. Okay, ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇതെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓർഡർലെസ് ഡിസ്പോസിബിൾ മാറ്റർ will be produced at the end. Okay, so orderless disposable materials will be produced at the end stage, which will not be harmful or polluting the environment. So ultimately, what is the objective of this digestion? This will reduce pathogens. It will kill almost every bacteria within it. Okay, eliminate any offensive odors within it. Okay, reduce the potential for putrefaction. Okay, then produce usable gases. One of the end product of this process is methane. Methane production ഇവിടെ നല്ലോണം നടക്കുന്നുണ്ട്. So this has a high calorific value. So this can be used as a fuel, right? So during this digestion or stabilization process, biological reduction നടക്കുന്നുണ്ട്, then chemical oxidation നടക്കുന്നുണ്ട്, then application of heat also is happening. All these will ultimately reduce the pathogens, eliminate the odors, then produce usable gas. Okay, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ദിസ് ഈസ് എ ടിപ്പിക്കൽ ഡൈജസ്റ്റർ ദാറ്റ് വി യൂസ് ഫോർ ഡൈജഷൻ പ്രോസസ്. ഓക്കെ, ഇതിൽ 3 സോൺ ആയിട്ടുണ്ട്. നമുക്ക് പോവേ ഏതൊക്കെയാണ് ഈ 3 സോൺ എന്നുള്ളത് കാണാം. സോ മെയിൻലി സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് 3 തരത്തിലായിട്ട് പറയാം നമുക്ക്. ആൽക്കലൈൻ സ്റ്റെബിലൈസേഷൻ, എയറോബിക് ഡൈജഷൻ ആൻഡ് അനേറോബിക് ഡൈജഷൻ. ഓക്കെ, അത് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത് ഏതാണ്? അനേറോബിക് ഡൈജഷൻ ആണ്. ആൽക്കലൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അൺട്രീറ്റഡ് സ്ലഡ്ജിലേക്ക് നമ്മൾ ലൈം ആഡ് ചെയ്തിട്ട് മൈക്രോബിയൽ റിയാക്ഷൻ റീറ്റാർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ആൽക്കലൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുക. നേരെ മറിച്ച് aerobic digestion എന്ന് പറയുമ്പോൾ here the decomposition of organic material happens in the presence of oxygen. Okay, and this is used
സ്മോൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ഫോർ ലെസ് ദാൻ 5 മിനിറ്റ്. അല്ലാത്ത കേസിലൊക്കെ മേജർ കേസിലൊക്കെ നമ്മൾ എഴുതാൻ പോകുന്നത് അനേറോബിക് ഡൈജഷൻ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ആ രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ മെത്തേഡിലേക്കാണ് പോവുക. Here the bacteria will convert the organic matter into carbon dioxide. Okay. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസം ദിസ് വിൽ അബ്സോർബ് എനർജി ബൈ ഇറ്റ്സ് എൻഡോജീനിയസ് ഓർ ഓട്ടോ ഓക്സിഡേഷൻ പ്രോസസ്. ഓക്കെ. ആൻഡ് നമുക്കിത് ഒന്നിൽ കൂടുതലോ ഡൈജഷൻ ടാങ്ക്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ. എയറേഷൻ പ്രോസസ് നമ്മൾ കണ്ടിന്യൂസ്ലി കൊടുക്കേണ്ടി വരും. കാരണം ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ദീസ് ബാക്ടീരിയ വിൽ ഓക്സിഡൈസ് ദി ഓർഗാനിക് മെറ്റീരിയൽ. നമ്മൾ സെയിം ലൈക്ക് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ആണ്. പക്ഷേ ഇവിടെ റീസർക്കുലേഷൻ വരുന്നില്ല. ആദ്യത്തെ ഒരു സീഡിങ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഏതെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ള എറോബിക് ഡൈജഷൻ പ്ലാന്റിൽ നിന്ന് നമ്മൾ സീഡ് സ്ലഡ്ജ് എടുത്തിട്ട് ആ സീഡ് സ്ലഡ്ജ് ഈ ടാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷമാണ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക ഡൈജഷൻ പ്രോസസ്സ് നടക്കുക. അഥവാ നമുക്ക് അങ്ങനെ ഒരു സീഡ് സ്ലഡ്ജ് കിട്ടിയില്ലെങ്കിൽ, അതായത് ഓൾറെഡി നിയർ ബൈ ഏരിയയിലൊന്നും അങ്ങനെ ഒരു വർക്കിംഗ് ആയിട്ടുള്ള എറോബിക് ഡൈജസ്റ്റർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദിസ് വിൽ ടേക്ക് അഡീഷണൽ ടൈം, മേ ബി മന്ത്സ് ടു പ്രോപ്പർലി ഫങ്ഷൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് ഫങ്ഷണൽ ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഡൈജസ്റ്ററിൽ നിന്ന് ആവശ്യത്തിനുള്ള സ്ലഡ്ജ് വിച്ച് വിൽ ആക്ട് ആസ് എ സീഡ്, അതായത് നമുക്ക് അവിടെ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലഡ്ജ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഇത് വർക്കിങ്ങിലേക്ക് ആക്കാം. അങ്ങനെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്ന ഈ മാസങ്ങളൊന്നും എടുക്കില്ല ഇത് വർക്ക് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ പ്രോപ്പർ ഫുൾ ഫങ്ഷനിങ് മോഡിലേക്ക് ഇത് വരും. ഓക്കെ. So now coming to the major one, the anaerobic digestion. So here, as the name indicates, it works in the absence of oxygen. Okay. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the bacteria will convert the volatile solids to carbon dioxide, methane and ammonia. Okay. Bacteria will convert the volatile solids into carbon dioxide, methane and ammonia. So typically two types of digester are there. One is continuous or the other one is the intermittent type. നമ്മൾ മിക്കവാറും കണ്ടിട്ടുള്ളത് രണ്ട് രീതിയിലും കണ്ടിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ടൈപ്പ് യൂസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്, ഇന്റർമീഡിയറ്റ് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. രണ്ടായാലും പ്രോപ്പർലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ എ സ്ലഡ്ജ് ഡൈജസ്റ്റർ? ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിൻലി 3 ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ ഈ ഡെക്കമ്പോസിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് എൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് 3 പാർട്ടിക്കിൾസ് ആയിട്ട് അല്ലെങ്കിൽ 3 പോർഷൻ ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് വരിക. ഒരു സ്ലഡ്ജ് അറ്റ് ദ എൻഡ് ഓഫ് ദി പ്രോസസ് ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഡൈജസ്റ്റഡ് സ്ലഡ്ജ്. ഓക്കെ. നമുക്ക് ഈ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് അതായത് കംപ്ലീറ്റ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ദിസ് വിൽ ബി എ സ്റ്റേബിൾ ഹ്യൂമസ് ലൈക്ക് സോളിഡ് മാറ്റർ. Stable humus like solid matter. Okay. And this will be very black in color and which will be having an earthy odor. ഓക്കെ. ഇതിൻ്റെ അകത്ത് മോയ്സ്ചർ വളരെ കുറവായിരിക്കും. അതായത് ഒറിജിനൽ സ്ലഡ്ജിന്റെ വോളിയത്തിന്റെ ഒരു 1/3 പോർഷനിലേക്ക് ഇത് ചുരുങ്ങിയിട്ടുണ്ടാവും. അത്രമാത്രം നമുക്ക് ഇതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്ത് കിട്ടും. പാത്തജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ കമ്മിങ് ഫ്രം ഡൈജസ്റ്റർ ദിസ് വിൽ ബി ലേ ഡൗൺ ഓൺ സൺലൈറ്റ്. ഓക്കെ. നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഇത് ലേ ഡൗൺ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, നല്ലത് ഡ്രൈ അപ്പ് ആവും. ആ ഡ്രൈ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈജസ്റ്റഡ് സ്ലഡ്ജിന് എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ. അപ്പൊ ഇതൊരു നല്ലൊരു ഫെർട്ടിലൈസർ ആണ്. ഇതാണ് ഒരു ഡൈജസ്റ്റഡ് സ്ലഡ്ജിന്റെ ഫൈനൽ പ്രോഡക്റ്റ്, വൺ ഓഫ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് സൂപ്പർനാറ്റൻ ലിക്വിഡ്. 3 പോർഷൻ ആയിട്ട് വരും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ രണ്ടാമത്തതാണ് സൂപ്പർനാറ്റൻ ലിക്വിഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് this is what the content of this liquid is. It contains very finely divided solid matter. ഓക്കെ. അപ്പൊ അത്തരത്തിൽ വരുമ്പോഴേക്കും സോളിഡ് മാറ്റർ ഏകദേശം ഒരു 1500 ppm to 3000 ppm വരെയുള്ള സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബിയോഡിയും ഹൈ ആയിരിക്കും. അത് എന്ത് ചെയ്യേണ്ടി വരും, we have to retreat it, we have to repass it to the raw sludge, again we have to treat it. So after treating it അങ്ങനെ ഇത് എപ്പോഴും എന്ത് ചെയ്യുന്നു, റീസൈക്കിൾ ചെയ്ത് പോകുന്ന പാർട്ടായിട്ട് വരും സൂപ്പർനാറ്റൻ ലിക്വിഡ്. ദെൻ ദ തേർഡ് പാർട്ട് ഈസ് സ്ലഡ്ജിന്റെ മൂന്നാമത്തെ പോർഷനാണ് ഗ്യാസസ്. ഗ്യാസസിൽ ഏകദേശം 65 to 75%
മീതെയിൻ ആയിരിക്കും. ഓക്കെ, ഈ മീതെയിന് നല്ലൊരു കലോറിക് വാല്യൂ ഉണ്ട്, പക്ഷേ 70% മീതെയിൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോർഷൻസ്, ആ 30% കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ നൈട്രജൻ ഉണ്ടാവും, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവും, ഇതിനൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ദിസ് ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. അപ്പോൾ ഇത് ഫ്യൂവൽ വാല്യൂ ഉള്ളതാണ് ഈ മൂന്നാമത്തെ പോർഷനായ ഗ്യാസസ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ അനോറോബിക് ഡൈജസ്റ്റർ യൂസ് ചെയ്ത് ദ എൻഡ് പ്രോഡക്റ്റ് ബോത്ത് ആർ യൂസ്ഡ് ആസ് ഗുഡ് വാല്യൂഡ് പ്രോഡക്റ്റ് ലൈക്ക് ഫെർട്ടിലൈസർ ആൻഡ് ഫ്യൂവൽ. ഓക്കെ, അപ്പോൾ മൂന്ന് പ്രോഡക്റ്റ് ഉണ്ടാവും അറ്റ് ദ എൻഡ്: digested sludge, supernatant liquid and gases, where digested sludge can be used as a fertilizer and gases can be used as a fuel. Now, what are the basic process happening within it? ഒരു anaerobic digester എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്നത്? നമുക്കതിനെ ബേസിക്കലി 3 സ്റ്റേജ് ആയിട്ട് നടക്കുന്നതെന്ന് പറയാം. ഒന്നാമത്തെ നമുക്ക് അവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസിഡ് ഫെർമെൻറ്റേഷൻ ആണ്. ആസിഡ് ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയും. അതായത് ഈ ഒരു പ്രോസസ്സിൽ നമ്മുടെ കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ഒക്കെ എന്തായി മാറും? സിമ്പിൾ ഓർഗാനിക് മാറ്റർ ആയിട്ട് മാറും. കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ഒക്കെ എന്തായിട്ട് മാറും? സിമ്പിൾ ഓർഗാനിക് മാറ്റർ ആയിട്ട് മാറും. അതിനാണ് നമ്മൾ ആസിഡ് പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ ഷുഗർ, പ്രോട്ടീൻ, ലിപ്പിഡ് ഇത്തരത്തിലുള്ളവ എന്തായിട്ട് മാറും? സിമ്പിൾ ആയിട്ടുള്ള പെപ്റ്റൈഡ്സ്, അമിനോ ആസിഡ്സ്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ ആസിഡ്സ് ആയിട്ട് മാറും. ഓക്കെ, സോ ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ഹൈഡ്രോളിസിസ് എന്ന് പറയും. Okay, so during hydrolysis the complex organic materials are converted into simple organic matter like sugar, protein, lipid, etc. will be converted into oxides, peptides, amino acid, etc. ഓക്കെ, അതേസമയം ഇനി ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും, മീഥേൻ ഗ്യാസ് ഉണ്ടാവും, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസസ്, ഇതൊക്കെ എന്ത് ചെയ്യും? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, then propionic acid, acetic acid, in addition to amino acid, peptides and acid, propionic acid develop ചെയ്യും, acetic acid develop ചെയ്യും, ഇത്തരത്തിലുള്ള ആസിഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഇവിടെ കോംപ്ലക്സ് പാർട്ടിക്കിളിനെ ഹൈഡ്രോളിസിസ് വഴി, അതായത് ആസിഡ് ഫോമേഴ്സ് വഴി സ്റ്റെബിലൈസ് ചെയ്ത് എന്ത് ചെയ്യും? സിമ്പിൾ ഓർഗാനിക് മാറ്റർ ആക്കി മാറ്റും. ഇത് ഏകദേശം ഒരു 15 ഡേയ്സിന്റെ പ്രോസസ്സാണ്. ഓക്കെ, 15 ഡേയ്സിന്റെ പ്രോസസ്സാണ്. ഇവിടെ ഒരു pH വാല്യൂ വിൽ ബി around 6. pH വാല്യൂ എത്രയായിരിക്കും? 6. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഹൈലി അസിഡിക്, അതായത് ആസിഡ് പ്രൊഡ്യൂസിങ് സ്റ്റേജ് ആണ്, ഹൈലി അസിഡിക് ആണ്. ഇത് എന്താ ഹൈലി അസിഡിക് ആയതുകൊണ്ട് തന്നെയും ഇങ്ങനെ ആസിഡ് പ്രൊഡ്യൂസിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ high putrescible odors will be developed during this stage. Okay, ഇവിടെ anaerobic bacteria function ചെയ്യും, facultative bacteria function ചെയ്യും, അതായത് ആസിഡ് ഫോമേഴ്സ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എല്ലാം ആക്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആസിഡ് റിഗ്രഷൻ സ്റ്റേജ് ആണ്. അപ്പം ആസിഡ് റിഗ്രഷൻ, ഫസ്റ്റ് സ്റ്റേജ് ആയ ആസിഡ് ഫെർമെന്റേഷൻ സ്റ്റേജിൽ, അതായത് ഹൈഡ്രോളിസിസ് സ്റ്റേജിലെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അനോറബിക് ബാക്ടീരിയ ആൻഡ് ഫാക്കൽറ്റീവ് ബാക്ടീരിയ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആസിഡ് ഫോമേഴ്സ് എന്ത് ചെയ്യും? കോംപ്ലക്സ് മെറ്റീരിയലിനെ സിംപ്ലർ മോളിക്യൂൾസ് ആക്കിയിട്ട് മാറ്റും. അതായത് നമ്മുടെ അമിനോ ആസിഡ്, പെപ്റ്റൈഡ്സ്, പ്രൊപ്പിയോണിക് ആസിഡ്, അസിറ്റിക് ആസിഡ്സ് ഉണ്ടാക്കും. ഇൻ അഡീഷൻ ടു ദാറ്റ് ഹൈഡ്രജൻ ഗ്യാസസ്, methane, carbon dioxide, these all will be produced, okay, which has a very low value of pH, that is high, that means it is highly acidic, okay, and it will take around 15 days. These are the basic details of acidic fermentation stage or hydrolysis stage. രണ്ടായാലും ഒന്ന് തന്നെ. ഇനി രണ്ടാമത് വരുന്നതാണ് നമ്മുടെ ആസിഡ് റിഗ്രഷൻ സ്റ്റേജ്. ഓക്കെ, അതായത് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണെന്ന് പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ the volatile organic acids, അതായത് നമ്മുടെ സിമ്പിൾ ഓർഗാനിക് ആസിഡ്സ് പറഞ്ഞു അല്ലേ, and nitrogenous components of the first stage will be acted upon by bacteria, okay, and forms acid carbonates and ammonium compounds. അമോണിയം കോമ്പൗണ്ട്സിലേക്ക് മാറ്റും. ഈ അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഡെവലപ്പ് ആവും. ഒഫൻസീവ് ഓർഡർ തന്നെയാണ്. pH ഒന്ന് ജസ്റ്റ് റൈസ് ചെയ്യും, അതായത് സൈക്ലി ആൽക്കലൈൻ റേഞ്ചിലേക്ക് പോകാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യും, പക്ഷേ സ്റ്റിൽ ഇറ്റ് വിൽ ബി അസിഡിക്. 6.8 എന്ന് പറഞ്ഞാൽ അസിഡിക് റേഞ്ചിൽ തന്നെയാണ്. ആൻഡ് ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂസ് ഫോർ അറൌണ്ട് 3 months. ഈ സമയത്ത് നല്ല രീതിയിൽ ഗ്യാസ് ഡെവലപ്മെന്റ് ഉണ്ടാവും, മുകളിൽ ഒരു സ്കം ലെയർ ഒക്കെ ഫോം ചെയ്യും, ബിയോഡിയും ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് അസിഡോജനിസ് പ്രോസസ്സും അസെറ്റോജനിസിസ് പ്രോസസ്സും ഒക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ ഈ സിമ്പിൾ ഓർഗാനിക് മാറ്റീരിയൽസ് എന്തായും മാറും? വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം volatile fatty acids ആയിട്ട് മാറും. അവിടെ നിന്ന് എന്ത് ചെയ്യും? വേണ്ടു അസറ്റേറ്റ് ആൻഡ് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് പ്രോസസ്, ഓൾ ദീസ് ഗ്യാസസ് വിൽ ബി ഇൻവോൾവ്. സോ അസിഡോജനസിസും അസറ്റോജനസിസും പ്രോസസ്സ് എന്ത് ചെയ്യും? ഈ സമയത്താണ് നടക്കുക. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ്, അതായത് നമ്മുടെ മെത്തഡോജനസിസ് മെയിൻലി ഹാപ്പൻസ് ഇൻ ദിസ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് hydrolysis, then
acidogenesis വരുന്നുണ്ട്, acetogenesis വരുന്നുണ്ട്. ഈ acidogenesis again this is a part of first stage also, right? കാരണം ഇതെല്ലാം നമുക്ക് specifically ഇത് ഈ ഒരു മൂന്ന് പോർഷനിലേക്ക് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് സ്റ്റേജ് ആസിഡ് ഫെർമെന്റേഷൻ സ്റ്റേജ് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് വരും. അവിടുന്ന് ആസിഡ് റിഗ്രഷൻ സ്റ്റേജ് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് വരും. തേർഡ് സ്റ്റേജ് ആണ് alkaline fermentation stage. Okay, so alkaline fermentation stage mainly നമ്മുടെ ഇവിടെ ആക്ട് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? methane formers ആണ്. Okay, proteins and organic acids are broken up by the anaerobic bacteria, especially methane formers. Okay, and forms ammonia, organic acids and gases. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? മെത്തനോജെനിസിസ് എന്ന് പറയുന്നത്. മീഥേൻ ഫോമേഴ്സ് ആയിട്ടുള്ള ബാക്ടീരിയസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് മെത്തനോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഗ്യാസ് ഇവോൾവ് ചെയ്യും, ലിക്വിഡ് സെപ്പറേറ്റ്സ് ഔട്ട് ഫ്രം ദി സോളിഡ്സ്. ഓക്കെ, അത് സൂപ്പർനാറ്റൻ ലിക്വർ ആയിട്ട് മാറും. ഡൈജസ്റ്റീവ് സ്ലഡ്ജ് വിൽ അതായത് നമ്മുടെ ഫുൾ ആയിട്ട് റൈപ്പൺ ചെയ്തിരിക്കുന്ന സ്ലഡ്ജ് പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്ലഡ്ജ് എന്ത് ചെയ്യും? ഡൈജഷൻ ടാങ്കിന്റെ ബോട്ടത്തിലേക്ക് സെറ്റിൽ ചെയ്യും. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ അസിഡിക് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ എന്ത് ചെയ്യും? സ്ലോലി ദിസ് വിൽ ബിക്കം ആൽക്കലൈൻ. മെത്തനോജെനിസ് ബാക്ടീരിയ വഴി അമോണിയ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റയർ സ്റ്റേജ് വിൽ ബിക്കം alkaline. So large amount of methane will be produced, a small amount of carbon dioxide will be produced. That is around 70% will be methane, then around 28 to 30% will be carbon dioxide, and very small percentage of nitrogen will be formed. ഇത് ഏകദേശം ഒരു മാസത്തോളം എടുക്കും. അപ്പോൾ ഏകദേശം ഒരു 4-5 മാസം എന്ത് ചെയ്യും? ഈ കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കാൻ വേണ്ടി എടുക്കും. And here at this end stage BOD will be very low. തുടക്കത്തിൽ നല്ല ഹൈ വാല്യൂ ഓഫ് BOD ഉണ്ടായതാണ്. ഈ മൊത്തം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും BOD will rapidly fall down. So this is the entire process of digestion process or stabilization process, where it can be divided into 3 stages, where acid fermentation, acid regression, alkaline fermentation happens, and this converts the sludge into stabilized sludge plus supernatant liquid and gases. Okay, അല്ലെങ്കിൽ എന്ത് പറയാം? 4 സ്റ്റേജ് ഓഫ് hydrolysis, acidogenesis, acetogenesis and methanogenesis happens, where during hydrolysis the complex occurring bacteria converts to simple organic matter. Then acidogenesis, അതായത് acidic bacteria വെച്ചിട്ട് they will convert the simple organic matter into volatile fatty acids. Then acetogenic bacteria use the volatile fatty acid will convert it into acetate and carbon dioxide. Then from there, where methanogenesis bacteria will be converting these into methane and carbon dioxide. Okay, so this is the entire process of a anaerobic digestion process. Now, typically we use 2 types of digesters. One is the conventional digester and high rate digester. Okay, conventional digester is a single stage digester, no recycling will be there. Other than that, the entire process whatever we discussed before, the same happens over here. Okay, അപ്പോൾ നമ്മുടെ ഫ്രഷ് സ്ലഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ digesting will be happening over there. Ultimately the digested sludge will settle at the bottom, then on the top we will be having supernatant liquid, some scum layer and the methane gas. Okay, then high rate digester ഒന്നിക്കൽ 2 സ്റ്റേജ് ഡൈജസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം, ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ. അതല്ലെങ്കിൽ സിംഗിൾ സ്റ്റേജ് ഡൈജസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം, where this will be recycling. Okay, അപ്പോൾ ഈ രീതിയിൽ ഹൈ റേറ്റ് ഡൈജസ്റ്റർ യൂസ് ചെയ്യാം. സോ കണ്ടിന്യൂസ്ലി the sludge will be continuously mixed over here, either mechanical mixing or by gas mixing. gas mixing ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ട്രാക്ക് ട്യൂബ് ഒക്കെ കൊടുക്കേണ്ടി വരും, കംപ്രസ്ഡ് ഗ്യാസും കൊടുക്കേണ്ടി വരും. Okay, now when we say what are the disadvantages of this digester, like sometimes acidification will be happening, stratification will be happening, biological activity may be reduced, methane bacteria will be removed. methane bacteria ഒക്കെ റിമൂവ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് അയൺ പ്രോസസ്സ് ഒന്നും നടക്കാതിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ കണ്ടിന്യൂസ്ലി സ്കിൽഡ് ലേബർ ചെക്ക് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ടെമ്പറേച്ചർ ഒക്കെ മാറിക്കഴിഞ്ഞാൽ like high variation in temperature may cause the removal of methane bacteria. So these are some of the disadvantages while using digesters. Now let us see what are the factors affecting sludge digestion processes. Main important factor ആണ് temperature. Temperature ചെറുതായ രീതിയിൽ മാറിക്കഴിഞ്ഞാൽ തന്നെ കാര്യമായിട്ട് ഇതിൽ അകത്ത് യൂസ് ചെയ്യുന്ന ബാക്ടീരിയൽ റിമൂവൽ will happen. Then next one is pH value. Next one is seeding with the digested sludge, നമ്മൾ already പറഞ്ഞു. Then mixing and stirring of raw sludge with
digested sludge. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോഫിലിക് ബാക്ടീരിയാസ് യൂസ് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ മീസോഫിലിക് ബാക്ടീരിയ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തെർമോഫിലിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്ന റേഞ്ച് ആണ് 40 to 60 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ബാക്ടീരിയാസ് എല്ലാം വർക്ക് ചെയ്യും. നേരെ മറിച്ച് മീസോഫിലിക് ബാക്ടീരിയ ആണെങ്കിൽ 25 to 40 ഡിഗ്രി സെൽഷ്യസിൽ ആക്ട് ചെയ്യുന്ന ബാക്ടീരിയ. അപ്പോൾ നമ്മുടെ ഒരു അനോറബിക് ഡൈജസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ സ്റ്റേജ്ഡ് മീസോഫിലിക് ഡൈജഷൻ യൂസ് ചെയ്യാം. അതായത് ഇവിടെ മെയിൻലി വാട്ട് വിൽ ബി ഹാപ്പനിങ്, മീസോഫിലിക് ബാക്ടീരിയ വിൽ ബി used for the entire process. അപ്പോൾ മീസോഫിലിക് ബാക്ടീരിയ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയായിരിക്കും? ഇൻ ബിറ്റ്വീൻ 25 to 40 ഡിഗ്രി സെൽഷ്യസ്. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റേജ്ഡ് തെർമോഫിലിക് ഡൈജഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അത്തരത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ വി ഹാവ് ടു കീപ് ദി ടെമ്പറേച്ചർ ഇൻ ബിറ്റ്വീൻ 40 to 60 ഡിഗ്രി സെൽഷ്യസ്. അതല്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഫേസ്ഡ് ഡൈജഷൻ യൂസ് ചെയ്യാം. അതായത് ഈ രണ്ട് മോഡിലും, അതായത് തെർമോഫിലിക് ഡൈജഷനും ഹാപ്പൻ ചെയ്യും അവിടെ, നമ്മുടെ മീസോഫിലിക് ഡൈജഷനും അവിടെ നടക്കും. അതായത് ഒന്നുകിൽ ആദ്യം മീസോഫിലിക് ബാക്ടീരിയ, പിന്നീട് തെർമോഫിലിക് ബാക്ടീരിയ, അല്ലെങ്കിൽ തെർമോഫിലിക് ബാക്ടീരിയ കഴിഞ്ഞിട്ട് അതിനുശേഷം മീസോഫിലിക് ബാക്ടീരിയ. ആ രീതിയിൽ ടെമ്പറേച്ചർ ഫേസ്ഡ് ഡൈജഷൻ ടാങ്ക്സ്, അതായത് അപ്പോഴേക്കും നമ്മൾ സെപ്പറേറ്റ് ടാങ്ക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ആസിഡ് ഓർ ഗ്യാസ് ഫേസ്ഡ് ഡൈജഷൻ പ്രോസസ്സിൽ കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 2 സ്റ്റേജ് ഡൈജഷൻ പ്രോസസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേജ് ആയിട്ടായിരിക്കും ആസിഡ് ഓർ ഗ്യാസ് ഫേസ്ഡ് ഡൈജഷനിൽ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ വളരെ കുറച്ച് റിട്ടൻഷൻ ടൈം ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുക. അപ്പോൾ ആ സ്റ്റേജിൽ നമ്മുടെ ഹൈഡ്രോളിസിസ് ആസിഡോജെനിസിസ് നടക്കും. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അസറ്റോജെനിസിസ് ആൻഡ് മെത്തഡോജെനിസിസ് ഹാപ്പൻ ചെയ്യാനുള്ള രീതിയിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴും നമുക്ക് വി ക്യാൻ ഗോ ഫോർ ബോത്ത് മീസോഫിലിക്, ഐദർ മീസോഫിലിക് ഓർ തെർമോഫിലിക് സിറ്റുവേഷനിലേക്ക് പോവാം. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. Okay, so these are the effects of temperature. Now when we see the temperature, like suppose if I take temperature in x direction and period of digestion in days, ഡേയ്സിലാണ് കാണിക്കുന്നത് y ആക്സിസിൽ. സോ let this be 10, 20, 30, 40, then 50, 60. Okay, now this 10 to 40, this range will be for mesophilic bacteria. Okay, and 40 to 60, this range is for thermophilic bacteria. Okay, so if you see the digestion range of this mesophilic bacteria, this will be approximately like this. Okay, and when we come to thermophilic digestion, this will be approximately like this. Okay, so whenever the temperature increase, initially the digestion will be like this. Okay, so these are the variation of temperature for both mesophilic bacteria and thermophilic bacteria. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡൈജഷന് എടുക്കുന്ന ഡേയ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഹയർ റേറ്റ് ഓഫ് ഡൈജഷൻ may be happening ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്. പക്ഷേ if you keep beyond that, again if you further increase, this will be going in reverse. Same both cases ലായാലും അതെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡൈജഷൻ എടുക്കുന്ന ഡേയ്സ് കുറയും, അതായത് റേറ്റ് ഓഫ് ഡൈജഷൻ വിൽ ബി ഇൻക്രീസിങ്. അതിൻ്റെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ വരെ അതങ്ങനെ പോകും, പിന്നെ അത് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് പോകും. അത് മീസോഫിലിക് ബാക്ടീരിയയിലെ മീസോഫിലിക് ഡൈജഷൻ ആയാലും ശരി, തെർമോഫിലിക് ഡൈജഷൻ ആയാലും ശരി. ഓക്കെ, സോ പി എച്ച് വാല്യൂ നമ്മൾ പറഞ്ഞു അസിഡിക് റേഞ്ചും ആൽക്കലൈൻ റേഞ്ചിലൊക്കെ പോകുന്ന സ്റ്റേജ് ആണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ 6.5 കീപ്പ് ചെയ്യാൻ നോക്കുക. ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും അത് 7.4 അങ്ങനെയാണെങ്കിലേ ആവുള്ളൂ. ഓക്കെ, സോ അസിഡിറ്റി ഇൻക്രീസസ് whenever there is a overdose of raw sludge. ഇത് ടേക്ക് കെയർ ചെയ്യണം. അതേസമയം ഓവർ വിഡ്രോവൽ ഓഫ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ്, അത് ചെയ്യുമ്പോഴും ഈ അസിഡിക് വാല്യൂ മാറി വരും. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് റേഞ്ചിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡോസ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇത് നല്ലൊരു വേരിയേഷൻ വരുമ്പോഴേക്കും ഈ ബാക്ടീരിയാസ് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാതെ വരും. ഓക്കെ, സോ whenever these values go in and out of it, appropriately add hydrated lime so as to keep within the range. ഓക്കെ, അസിഡിക് റേഞ്ചിലേക്ക് അധികം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹൈഡ്രേറ്റഡ് ലൈം ആഡ് ചെയ്ത് കൊടുക്കാം.
then seeding നമ്മൾ നേരത്തെ പറഞ്ഞു വേറൊരു റണ്ണിങ് കണ്ടീഷനിലുള്ള ഡൈജസ്റ്ററിന് എന്ത് ചെയ്യുക സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് സ്ലഡ്ജ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഫസ്റ്റ് ടൈം ഇത് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് പെട്ടെന്ന് നമ്മുടെ ഈ പ്ലാന്റ് കംപ്ലീറ്റ് വർക്കിങ്ങിലേക്ക് ഡൈജഷൻ പ്രോസസ്സിലേക്ക് വരും. നെക്സ്റ്റ് ഫാക്ടർ ഈസ് മിക്സിംഗ് ആൻഡ് സ്റ്റിയറിംഗ് ഓഫ് raw sludge with digested sludge. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിരുന്നാലും നമുക്ക് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സ്ലഡ്ജ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫുൾ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ നടക്കാതിരിക്കുന്ന രീതിയിലേക്ക് വരും. അതുപോലെ ബാക്ടീരിയൽ എൻസൈംസ് ഒക്കെ എല്ലാ പോർഷനിലേക്കും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും ഡീകമ്പോസിഷൻ നടക്കും. സോ ദീസ് ആർ ദി മേജർ factors that affects the stabilization process. ഇനി നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് വീഡിയോ കഴിഞ്ഞു. anaerobic digestion ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഇനി what are the other methods used for sludge treatment? അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇനി നമുക്ക് കാണാനുള്ളത് ഏതാണ് കണ്ടീഷനിങ് ആണ്. ഓക്കെ, കണ്ടീഷനിങ്ങിൽ തന്നെ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷനിങ് ലൈക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ്, കെമിക്കൽ കണ്ടീഷനിങ്, ഇലിട്രേഷൻ, ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് കാണണം. So next important process is conditioning. Conditioning ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ this improves the drainability of digested sludge. Sludgeന്റെ drainability നന്നായിട്ട് മാറ്റും. So how do we do this conditioning? Conditioning ചെയ്യാൻ വേണ്ടി നമുക്ക് different types of നമുക്ക് chemicals യൂസ് ചെയ്യാൻ പറ്റും. So chemicals യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ other means of methods യൂസ് ചെയ്തിട്ട് ഈ വാട്ടറിനെ റിമൂവ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്തതിനെയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇത് 3 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് കെമിക്കൽ കണ്ടീഷനിങ് കൊടുക്കാൻ പറ്റും, ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, ഇലിട്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കെമിക്കൽ കണ്ടീഷനിങ് എന്ന് നോക്കാം. സോ കെമിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബൈ ആഡിങ് സർട്ടൻ കെമിക്കൽസ് ആഡ് ചെയ്യുന്ന ലൈക്ക് യു ക്യാൻ യൂസ് ഫെറിക് ആസിഡ്, അലുമിനിയം സാൾട്ട്സ്, ലൈംസ്, ഫെറിക് ക്ലോറൈഡ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ന്യൂട്രലൈസ് ചാർജസ് ആൻഡ് ഫോംസ് പോളിമെറിക് ബ്രിഡ്ജ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോഴേക്കും നല്ല സഫീഷ്യന്റ് റിജിഡ് പോറോസിറ്റി ഉള്ള sludge particles അല്ലെങ്കിൽ sludge materials at the end we will get it as a properly structured matter. Okay, അതല്ലെങ്കിൽ നമുക്ക് ഈ തരത്തിൽ കെമിക്കൽസ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഈവൻ പോളിഇലക്ട്രോലൈറ്റ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. Okay, so here the balances of sludge particles will be happening and we can easily extract the moisture. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രത്യേക സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് സഫീഷ്യന്റ് റിജിഡിറ്റി ആൻഡ് പോറോസിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. Illitration is another method where during the chemical conditioning, washing of sludge can be done. This can be either single stage, multi-stage or counter current washing. Okay. So here the sludge and water will be mixed in a chamber for a detention period of 20 seconds and later this will be allowed to settle in tank around 4 hours. Now coming to dewatering, this is a physical unit operation. പക്ഷേ ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. Like because ഇത് അത്രയും ഫൈൻ പാർട്ടിക്കിൾസ് ആയ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉള്ള നേച്ചറിലുള്ള ഒരു സ്ലഡ്ജ് പാർട്ടിക്കിൾസ് ആണ്, ജെൽ ലൈക്ക് സ്ട്രക്ചർ ആണ്. അപ്പോൾ അത്തരത്തിൽ റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ കമ്പയർഡ് ടു തെർമൽ ഇവാപറേറ്റീവ് പ്രോസസ്, മെക്കാനിക്കൽ ഡീവാട്ടറിംഗ് ക്യാൻ ബി ഓഫൺ യൂസ്ഡ്. പക്ഷേ അധികം നമ്മൾ കണ്ടിട്ടുള്ളത് തെർമൽ ഇവാപറേറ്റീവ് പ്രോസസ് ആണ്. അതിനുവേണ്ടി സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ്സ് യൂസ് ചെയ്യും. ലൈക്ക് നമ്മളിത് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണും കേട്ടോ. A bottom layer of gravel of 15 cm will be used in the sludge drying bed. നമ്മൾ sludge drying bedന്റെ ഏറ്റവും ബോട്ടത്തിൽ ഗ്രേവൽ യൂസ് ചെയ്യും. അതിന്റെ മുകളിലേക്ക് ഒരു സാൻഡ് ലെയർ യൂസ് ചെയ്യും. ദെൻ നമ്മൾ എന്താ അടിവശത്ത് നമ്മളൊരു ഓപ്പൺ ജോയിന്റ് ടൈൽ ഡ്രെയിൻ കൊടുക്കും. അതായത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഡ്രെയിൻ ചെയ്ത് തരുന്ന ലിക്വിഡ്സ് ഡ്രെയിൻ ചെയ്യാൻ പാകത്തിൽ. ഓക്കെ, ഇത് ഏകദേശം ഒരു 8 മീറ്റർ വൈഡ് അല്ലെങ്കിൽ ഒരു 40 മീറ്റർ ലോങ് 8 മീറ്റർ വൈഡ് ഡ്രൈയിങ് ബെഡ്സ് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഇവിടെ ജനറൽ പറഞ്ഞു തന്നല്ലോ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഡിസൈൻ അടക്കം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. So this is a typical sludge drying bed where you can see by evaporating process the sludge is getting dried. In a dewatering തന്നെ മെക്കാനിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ മെത്തേഡ്സ് ആർ യൂസ്ഡ്. ലൈക്ക് വാക്വം ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. ഒരു റൊട്ടേറ്റിംഗ് ഡ്രമ്മിന് അഗെയിൻസ്റ്റ് ഒരു വാക്വം ഫിൽറ്റർ ഹോൾഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദ ഡ്രം റൊട്ടേറ്റ്സ്
sludge tank, okay, which holds this sludge. And the vacuum filter and this will pull away the water from the sludge. അപ്പോൾ moisture cake മാത്രമായിരിക്കും ഡമ്മിൻ്റെ മുകളിലേക്ക് ഉണ്ടാവുക. ബാക്കി water ഒക്കെ എന്ത് ചെയ്യും ഈ vacuum വഴി suck ചെയ്ത് എടുത്തിട്ടുണ്ടാവും. So like this also mechanical methods can be used. And coming to incineration. ഇൻസിനറേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ this will convert the entire organic solids into oxidized end product. Oxidized end products എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും water, carbon dioxide and ash are the primary end products. അപ്പോൾ ഇങ്ങനെ ഇൻസിനറേഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് അവിടെ sludge type stabilization ഒന്നും നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. Directly we can go for the incineration process. The final ash product can be obtained. Okay, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഹൈ ഇലക്ട്രിക് കറണ്ട് ക്യാൻ ബി ഷുഡ് ബി ഇലക്ട്രിക് പവർ യൂസ് ചെയ്യേണ്ടി വരും, പവർ എക്സ്ട്രാ പവർ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കാണേണ്ടി വരും. ഓക്കെ, സോ ദ സ്ലഡ്ജ് ജനറൽ വിൽ ബി ഹാവിംഗ് എ calorific value of 11 to 17 megajoule per kilogram. സോ അതിനനുസരിച്ചിട്ടുള്ള power generation വേണ്ടി വരും so as to incinerate. So these are the typical methods used for sludge treatment. So നമ്മളിവിടെ dewatering എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു അല്ലേ. Dewatering മെക്കാനിക്കൽ മെത്തേഡ്സ് ആയ വാക്വം ഫിൽട്രേഷൻ മാത്രമാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞത്. അതല്ലാതെ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാം, പ്രഷർ ഫിൽട്രേഷൻ യൂസ് ചെയ്യാം. അധികം നമ്മൾ സെക്ഷൻ ടൈപ്പ് dewatering ആണ് കണ്ടിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. ദെൻ ഹീറ്റ് ഡ്രൈയിങ് യൂസ് ചെയ്യാം. ഹീറ്റ് ഡ്രൈയിങ്ങിൽ നമുക്ക് റോട്ടറി ഡ്രൈയിങ്, സ്പ്രേ ഡ്രൈയിങ്, ഫ്ലാഷ് ഡ്രൈയിങ് ഇത്തരത്തിലുള്ള ഹീറ്റ് ഡ്രൈയിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ദെൻ ഇൻസിനറേഷനിൽ തന്നെ പല മെത്തേഡുകൾ ലൈക്ക് ഫ്ലാഷ് കമ്പഷൻ ചെയ്യാം, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഇൻസിനറേഷൻ ചെയ്യാം, മൾട്ടിപ്പിൾ ഇൻസിനറേഷൻ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, കോൺസെൻട്രേഷൻ, തിക്കനിങ് ആൻഡ് സ്റ്റെബിലൈസേഷൻ, എസ്പെഷ്യലി അനോറബിക് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, ഇനി നമുക്കിവിടെ കാണാനുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് സ്ലഡ്ജ് ഡിസ്പോസൽ ആൻഡ് ഡിസൈൻ ഓഫ് സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ്സ് ആണ്. ഇതാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക.